ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ വന്നിരിക്കുകയാണ് കേട്ടോ. വിനയനെ കാണുന്ന ഭാനുവമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈശ്വര, ഈ ഭ്രാന്തൻ ഈ വഴിക്ക് വന്നല്ലോ എന്ന ആ ഒരു മനോഭാവത്തോടു കൂടി ഭാനുവമ്മ അകത്തോട്ട് ഓടിച്ചെല്ലാണ് കേട്ടോ. ഇതേ സമയം ചീരുവിനോട് അനുപമ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളെ ഹനു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചീരുവും അനുപമയും ഒരേ സമയം നോക്കുന്നു കേട്ടോ. ഉടൻ തന്നെ എന്താ എന്താ ഭാനുമ്മേ, അതെ അവൻ വന്നിരിക്കുന്നു. ആര്? ആ വിനയൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന ചീരു ആകെ തകരാണ് കേട്ടോ. ചീരു പറയാണ്, അനുചേച്ചി ഇതാ ഞാൻ പറഞ്ഞത്, അയാൾ എന്നെ വെറുതെ വിടില്ല. ഞാൻ മരണത്തിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് രക്ഷയുണ്ടായിരുന്നു. എന്നെ തേടി അയാൾ വരില്ല എന്നൊക്കെ ഇങ്ങനെ, എൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രശ്നങ്ങൾ വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ആ സമയം മോളെ ഇനി മിണ്ടാതിരിക്കുക, മരണത്തെക്കുറിച്ച് ഒന്നും പറയല്ലേ, മരണം എന്തിനും ഒരു വഴിയല്ല എന്നുള്ള ഇനി ആദ്യം പഠിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ആ സമയം വിനയൻ ബൈക്ക് ഇങ്ങനെ റേസാക്കി പിന്നീട് ഒരുപാട് വണ്ടിയുടെ ഓർണ അടിച്ചു നോക്കും. പക്ഷെ ആരും പുറത്തു വരുന്നില്ല. ഇതേ സമയം ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങ് അകത്തോട്ട് വരികയാണ്. എന്നിട്ട് ബെല്ലിങ്ങനെ അടിച്ചും കൊണ്ടിരിക്കുകയാണ്. നിർത്താതെ അടിക്കുകയാണ്. അപ്പോഴേക്കും ഭാനുവമ്മ, എന്താ വിനയ നിനക്ക് വേണ്ടത്? അതെ, എന്താ വേണ്ടതെന്നല്ല, എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ ഒരുത്തിയുണ്ടല്ലോ, അർദ്ധരാത്രിയിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവളുടെ രഹസ്യ കാമുകനെയും കൊണ്ട് അവൾ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കാൻ ഞാൻ അറിഞ്ഞു. അത് കേൾക്കുന്ന അനുപമ, വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, വായിൽ തോന്നിയതല്ല, ഉള്ള സത്യമല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞത്. അവൾ ആദ്യം പ്രണയിച്ചിരുന്ന സത്യൻ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനുമായി ഇന്നലെ രാത്രി അവള് ഒളിച്ചോടി ഈ വീട്ടിൽ വന്ന് താമസിച്ച് ഞാൻ അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് ചോദിച്ച ഉടനെ ചീരുതേ, വായിൽ തോന്നിയത് വിളിച്ചു പറയരുത്. അയാള് സത്യേട്ടനെ എന്നെ രക്ഷിക്കാനാണ് വന്നത്. അയാളെക്കുറിച്ച് അസംബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ എന്തടി നീ ചെയ്യുക? നീ ഒന്നും ചെയ്യില്ല, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനും കഴിയില്ല. എനിക്കറിയാം നീ ഒന്നും ചെയ്യില്ലെന്ന്. കാരണം എന്താണെന്നറിയോ? നീ ചെയ്യുന്നത് എന്നോടും എൻ്റെ മക്കളോട് നീ ചെയ്ത്, മക്കൾ എന്ന പേര് നിങ്ങൾ ഉച്ചരിക്കണ്ട. പിന്നെ എന്താടി നീ ചെയ്തത്? മക്കളെ അവിടെ ഇട്ടെറിഞ്ഞ് ഇന്നലെ രാത്രി നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിനക്ക് ആ ഒരു വീണ്ടും വിചാരം ഒന്നും ഉണ്ടായിരുന്നില്ലേ? അത് കേട്ടോടൻ തന്നെ വായിൽ തോന്നിയത് ഇനിയും എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് വിളിച്ചു പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് അനുപമ പറയുമ്പോൾ, പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ സ്വന്തമായി ഒരു വീടൊക്കെ ഉണ്ടെന്ന് കരുതി മറ്റുള്ളവരെ ഭരിക്കാൻ വരണ്ട. മറ്റുള്ളവർക്ക് കിട്ടേണ്ട ആ മുതലുകളൊക്കെ എല്ലാം നിങ്ങൾ കൈക്കലാക്കി നിങ്ങളിപ്പോൾ ഒരു റാണിയെ പോലെ എല്ലാവരെയും ഭരിക്കാമെന്നൊരു വിചാരമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിയെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അനുപമ, എന്ത് മറ്റുള്ളവർക്ക് എന്നാ നീ പറയുന്നത്? കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയ 1 കോടിയിൽ പകുതിയും നിങ്ങൾക്കല്ലേ ഇവിടുത്തെ ആ അനന്തം മാഷ് എന്ന് പറയുന്ന ആനന്ദം മാഷ് തന്നത്. അത് കേട്ടോടെ തന്നെ, അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ്? അല്ല, എൻ്റെ ഭാര്യയ്ക്കും കൂടി കിട്ടേണ്ടതാണ്. അത് കേൾക്കുന്ന ചീരു പറയണേ, എൻ്റെ അച്ഛൻ ആർക്കും വേണമെങ്കിലും സ്വത്ത് കൊടുത്തോടാ, അതിൽ നിങ്ങൾക്കെന്താ? അത് തന്നെ എടി, നിനക്ക് ഒന്നും ഉണ്ടാവില്ല. കാരണം നിനക്ക് ഇടയ്ക്ക് ഇവിടെ രഹസ്യ സംഭാഷണവും രഹസ്യ കളിയൊക്കെ ഒളിച്ചു നടത്താൻ ഇങ്ങനെ ഒരു വീടുള്ളത് നല്ലതാണല്ലോ, അതല്ലേ എന്ന് പറയുമ്പോൾ ഛേ എന്ന് അവിടെ ചീരു പറയണ കേട്ടോ. ഈ സമയം അനുപമക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. അനുപമ പറയണേ, അതെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ചീരുവിനെ, എടി നീ ഇങ്ങ് വാടി, നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചീരുവിനെ വീണ്ടും അടിക്കുമ്പോഴേക്കും അവിടെ അനുപമ ഇടപെടാണ് കേട്ടോ. അതെ, ഈ ഒരു മുറ്റത്ത് നിന്നും എൻ്റെ അനിയത്തിയെ അടിച്ചാൽ, നിങ്ങളുടെ അനിയത്തിയാണെങ്കിൽ ഇവളെൻ്റെ ഭാര്യയാണ്, ഞാൻ അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നീ ചീരുവിനെ തൊട്ട കൈ കൊണ്ട് വേറൊരു സ്ത്രീയെ തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ കൈ ഞാൻ വെട്ടാനും മടിക്കില്ല എന്ന് പറയാം കേട്ടോ. അതുകൊണ്ട് അധികം ഇവിടെ നിന്ന് ചിലക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയെന്ന് വിനയനോട് പറയുമ്പോൾ വിനയൻ ഒരു തരം സൈക്കോ ഒക്കെ അപ്പുറമായി മാറിയിരിക്കുന്നു കേട്ടോ. ആ ഒരു ദേഷ്യഭാവത്തിൽ വിനയൻ അവിടെ നിന്നങ്ങ് പോവണേ. ഇതേ സമയം ചീരു, അനുചേച്ചി ഞാനുള്ളോടം ഒക്കെ ഇയാളെ തിരഞ്ഞു വരും, അനുചേച്ചിയുടെയും സമാധാനം പോവും, ഞാൻ പോട്ടെ ചേച്ചി, എന്നെ എൻ്റെ വഴിക്ക് വിട്, എൻ്റെ മക്കളെ നിങ്ങൾ ആരെങ്കിലും വളർത്തിക്കോളും, അതല്ലെങ്കിൽ അനാഥമന്ദിരത്തിൽ കൊണ്ടാക്കിക്കോളും, എന്നാലും ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചേച്ചിയുടെ സമാധാനം പോയില്ലേ? നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? ഞാൻ മരണത്തിലോട്ട് പോട്ടെ. എടി മോളെ, മരണം ഒന്നിനും ഒരു വഴിയല്ലെന്ന് പലവട്ടം ഞാൻ എന്നോട് പറഞ്ഞതാണ്.
ഞാനാണ് നിന്നെ വീണ്ടും വിനയൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് നീ ഒരുപാട് തവണ എന്നോടും എൻ്റെ അച്ഛനോടും ഒക്കെ, നമ്മുടെ അച്ഛനോടൊക്കെ നീ പറഞ്ഞിട്ടും ഞങ്ങളാരും വിനയൻ്റെ നല്ല പ്രവൃത്തി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി വിനയൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന്. പക്ഷെ അവൻ ഇത്രയും ബുദ്ധിമാനാണെന്നും കുശാഗ്ര ബുദ്ധിയും ഒക്കെ ഉള്ളവനാണെന്ന് അറിഞ്ഞില്ല മോളെ. അതുകൊണ്ട് ഇനിയില്ല അവൻ്റെ കൂടെയുള്ള ജീവിതം, ഇനി നിനക്കില്ല. അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുക എന്നുള്ള ആ ഒരു നിലപാടെടുക്കണം കേട്ടോ. പിന്നീട് സുശീലയാണെങ്കിൽ നേരെ ഹർഷയുടെ മുന്നിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഹർഷയോട് സങ്കടങ്ങൾ പറയാണ്. ഹർഷേ, നമ്മൾ പ്ലാൻ ചെയ്ത കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നു, ഓരോന്നായി പൊളിഞ്ഞു വീഴുന്നു. ഒന്നും പഴയതുപോലെ ഹർഷേ നീ ഇല്ലാത്തത് കൊണ്ട് നടക്കുന്നില്ല. ഹർഷേ, എൻ്റെ മക്കളടക്കം ഇന്നിപ്പോൾ ആ പ്രതിമ എൻ്റെ നേർക്ക് വിരൽ ചൂടി അവൾ പറയാണ് എൻ്റെ ഹാർട്ട് അറ്റാക്ക് അഭിനയമായിരുന്നു എന്ന്. ഹർഷേ, ഞാൻ എന്താ വേണ്ടത് ഹർഷേ? എല്ലാം കൂടി മൊത്തത്തിൽ മനുഷ്യനെ ആകെ ഭ്രാന്ത് പിടിക്കുന്നു. നീ മിണ്ടാത്തത് കൊണ്ട് തന്നെ എനിക്കിനി ഉയർത്തി എഴുന്നേൽക്കാൻ തോന്നില്ലെന്ന് തോന്നുന്നു. നീ തളരുമ്പോൾ എനിക്കും തളർച്ച വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുഷിയുടെ സങ്കടം പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം ഹർഷയാണെങ്കിലോ തൻ്റെ മുഖത്ത് ഓരോ പരിഭ്രാന്തികൾ കാണിക്കുന്നുണ്ടെന്നല്ലാതെ ഹർഷയ്ക്ക് സംസാരിക്കാനാവില്ലല്ലോ. ഇതേ സമയം രവി വീണ്ടും വന്നിട്ട് പറയണ, ഹർഷയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ആൻറ്റി പറയാതിരിക്കുക, ദയവ് ചെയ്ത് ഹർഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. ആൻറ്റിയെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞത് ഇതുകൊണ്ടൊക്കെയാണ്. ആൻറ്റി ഇങ്ങനെ ഇല്ല, ഞാൻ എൻ്റെ ഹർഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അവളെ എണീപ്പിച്ച് നടത്തേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണല്ലോ എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മാഷി ചീരുവിൻ്റെ അരികത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ചീരു ആണെങ്കിലും മാഷിനെ കണ്ട ഉടൻ തന്നെ പൊട്ടിക്കരയാണ്. കാര്യങ്ങളൊക്കെ മാഷിനോട് പറയാണ് അനുപമ. ഇത് കേൾക്കുന്ന മാഷ്, മോളെ നീ എന്തിനാ ഈ അച്ഛനെ മറന്ന് നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത്? ഈ അച്ഛൻ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരച്ഛനല്ലേ? 5 പെമ്മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ അച്ഛനെ മറന്ന് ആത്മഹത്യയാണോ നിനക്ക് വഴി? നിൻ്റെ അച്ഛൻ നിന്നെ കൈവിട്ടിട്ടില്ലല്ലോ. അത് കേട്ട ഉടൻ തന്നെ, അച്ഛാ ഞാൻ പറഞ്ഞതല്ലേ അയാളുമായി എനിക്കിനി ജീവിക്കാൻ കഴിയില്ലെന്ന്. നിങ്ങളെല്ലാവരും കൂടി എന്നെ അങ്ങോട്ടേക്ക് ഉന്തിത്തള്ളി വിട്ടതല്ലേ. അത് കേട്ട ഉടൻ തന്നെ, മോളെ ഞാനും അനുപമയും മറ്റുള്ളവരെല്ലാവരും കൂടി നിന്നെ ആ വീട്ടിലോട്ട് വിട്ടെങ്കിൽ തീർച്ചയായും അതിന് പ്രതിവിധി ചെയ്യാൻ എനിക്കറിയാം. അതിനുള്ള പ്രതിവിധിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി നീയും അവനുമായി ഒരു ജീവിതമില്ല. അവൻ നിൻ്റെ കൂടെ ഉണ്ടാവില്ല. നിൻ്റെ മക്കൾ നിന്നിലോട്ട് തന്നെ എത്തും. നീ സമാധാനത്തോടു കൂടി ഇരുന്നോളൂ. ഇനി ചെയ്യേണ്ടതെന്തെന്ന് എനിക്കറിയാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. എൻ്റെ മോള് കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കാതെ നിൻ്റെ ഈ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ഓർത്ത് ജീവിക്ക്. അച്ഛ, അയാൾ ഈ ഒരു ആൺകുഞ്ഞാണെങ്കിൽ അവിടെയും എൻ്റെ സ്വസ്ഥത കളയും. ആര് പറഞ്ഞു മോളെ? അതൊക്കെ നിൻ്റെ തോന്നൽ. അവനെ ഒതുക്കേണ്ടടുത്തും നിർത്തേണ്ടടുത്തും നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ എൻ്റെ മുന്നിലോട്ട് വരില്ല. ഈ അനന്തമാഷിൻ്റെ പുതിയ മുഖം അവൻ കാണാനിരിക്കുന്നു. ഇനി അവൻ ഞാൻ ആരാണെന്ന് അറിയുന്ന നാളുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം വിനയനാണെങ്കിലും നേരെ സത്യൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കാനുള്ള ആ ഒരുക്കത്തിലാണ് കേട്ടോ വിനയൻ. അങ്ങനെ വിനയം ഭ്രാന്ത് പിടിച്ചതുപോലെ സുശീലയുടെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ സുശീല പറയണം, വഴിയിൽ പോകുന്ന ഓരോ വേലി തലയിൽ ഏറ്റി വെച്ചാൽ ഇങ്ങനെ ഇരിക്കുവടാ. അപ്പോഴേക്കും ഡാ സത്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ. അപ്പോഴേക്കും പ്രതിഭയും സോനയും ശ്യാമൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ, ഡാ സത്യ, നീ എന്താടാ എൻ്റെ ഭാര്യ അർദ്ധരാത്രിയിൽ ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി നീ എവിടെയാടാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എടാ, നിനക്കൊരു ഭാര്യയും കുട്ടിയില്ലടാ, എന്നിട്ട് മറ്റുള്ളവരുടെ ഭാര്യയെ നീ എന്തിനാടാ എടുക്കുന്നത്? വീണ്ടും രഹസ്യമായി നീ എൻ്റെ ഭാര്യയുമായി അങ്ങനെയൊക്കെ പറഞ്ഞ് ചീത്ത സംസാരിക്കുമ്പോൾ പ്രതിഭയ്ക്ക് ശരിക്കും ഉള്ളിൽ തട്ടണം കേട്ടോ.